നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ സപ്തസ്വരങ്ങൾ 4 കാലത്തിൽ പാടുന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഓരോ സ്വരങ്ങളായി പാടി ഓരോ കാലങ്ങളിലും, അതായത് ഓരോ സ്പീഡിൽ പാടി എങ്ങനെയാണ് പാടേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ പാഠം, അതായത് സരളി വരിശകൾ എന്ന ഒരു പാഠത്തിലെ, അതിൽ തന്നെ ഒരു 10-12 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായി മനസ്സിലാകാനായി വീഡിയോ മുഴുവനായി കാണണേ. ഇന്നും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ശ്രുതി ജി ഷാർപ്പാണ്, അതായത് 5/2. സരളി വരിശയിലെ, അതായത് സ്വരാവലി വരിശ എന്നും പറയാറുണ്ട്. സരളി വരിശയിലെ ആദ്യത്തെ പാഠമാണ്. അതിലെ സ്വരങ്ങൾ വരുന്നത് സാ രി സാ രി സാ രി ഗ മ. അതായത് സാ രി എന്ന 2 സ്വരങ്ങൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സാ രി സാ രി സാ രി ഗ മ. അടുത്തത് സാ രി ഗ മ പ ധ നി സ. സാ രി എന്ന് സ്റ്റാർട്ട് ചെയ്തത്, റിപ്പീറ്റ് ചെയ്തതുപോലെ സാനി സാനി ആ സ്വരങ്ങൾ വീണ്ടും അവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സാനി 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 ധ പ സാനി ധ പ മ ഗ രി സ. ഇത്രയുമാണ് ആദ്യത്തെ പാഠത്തിലെ സ്വരങ്ങൾ. അതായത് സാരി 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 ഗാമ സാരി ഗാമ പധാനി സ ആരോഹണക്രമം. ഇനി അവരോഹണക്രമം സാനി 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 ധാപ സാനി ധാപ മഗരി സ. ഇതും 4 കാലങ്ങളിൽ പാടാനുണ്ട്, അതായത് 4 സ്പീഡുകളിൽ പാടേണ്ടതുണ്ട്. താളം ആദ്യ താളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒന്നാം കാലം എങ്ങനെയാണ് പാടുന്നത് എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പാടാൻ പോകുന്ന സാരി 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 ഗാമ, അതിൽ സാരി എന്ന് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ 3 സാരിയും ഒരേപോലെ തന്നെ വരണം. സ്വരസ്ഥാനങ്ങൾ മാറിപ്പോകരുത്. സ്വരസ്ഥാനങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തണം. റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അപ്പോൾ നമുക്കൊന്ന് പാടി തുടങ്ങാം. സാരി, വീണ്ടും സാരി, ഇനി വീണ്ടും സാരി ഗ മ. ആദ്യത്തെ ഒരു പോർഷനാണ്, ആദ്യത്തെ ഒരു താളത്തിൽ വരുന്നതാണ് ഇത്രയും. സാരി 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 ഗ മ. ഇത്രയും നമുക്കൊന്ന് താളം വിട്ട് നോക്കാം. സാരി 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 ആദ്യം പാടിയപ്പോൾ അടി ആദ്യത്തെ വിരൽ. അടുത്ത സാരിക്ക് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. താളം എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു രൂപം മാറ്റം വരുത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വരങ്ങൾ എവിടെയൊക്കെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും താളത്തിൻ്റെ സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുത്തരുത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. സാരി 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 ഗ മ സാരി ഗ മ പ ധ നി സ. അപ്പോൾ ശ്രദ്ധിക്കുക, താളത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. സ്വരങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നതും അതിൻ്റെ കോമ്പിനേഷനും ഒക്കെ മാറി വരുന്നത്. താളത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി അവരോഹണ ക്രമത്തിലെ നമുക്കൊന്ന് പാടി നോക്കാം. അവിടെ ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സാനി 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 ധാപ എന്നാണല്ലോ. അപ്പോൾ ആ 3 പ്രാവശ്യം വരുന്ന സാനിയും സ്വരസ്ഥാനം മാറാതെ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് പാടി നോക്കാം. സാനി സാനി ഒരുപോലെ ആയിരുന്നു. സാനി ധ സാനി, അടുത്ത സാനിയും ഒരുപോലെ തന്നെ. അപ്പോൾ സാനി 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 ധ പ. ഇതും നമുക്കൊന്ന് താളത്തിൽ പാടാം. സാനി 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 ധ പ. ഇനി വീണ്ടും സാനി ധ പ മഗരി സ. സാനി ധ പ മ ഗ
എവിടെയും താളത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ആ ആദിതാളം തന്നെ ഇപ്പം നമുക്ക് 4 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്നാം കാലത്തിൽ. അത് റിപ്പീറ്റ് ചെയ്ത് താളം ഇട്ടുകൊണ്ടിരിക്കുക, സ്വരങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ആരോഹണക്രമം ഫുള്ളായിട്ടൊന്ന് പാടി കാണിച്ചു തരാം, ശ്രദ്ധിക്കണേ. സാരി 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 ഗമ സാരി ഗമ പാദനി സാ. ഇതായിരുന്നു ആരോഹണക്രമം. ഇനി സാനി സാനി തൊട്ടുള്ളത് അവരോഹണക്രമം. സാനി 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 ദ പ സാനി ദ പ മ ഗ രി സ. ഇതായിരുന്നു അവരോഹണക്രമം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, എന്നാലും പറയാണ്. സാ നീ ആ 2 സ്വരങ്ങൾ മാക്സിമം ചിലർക്ക് കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും എനിക്ക് ഇത്രയൊക്കെ പറ്റൂ എന്ന് വിചാരിക്കാതെ, മടി വിചാരിക്കാതെ ഉറക്കെ പാടുക. ഇനി നമുക്കിതിൻ്റെ മുഴുവനായിട്ട് ഒന്നാം കാലം, ഈ സ്പീഡാണ് ഒന്നാം കാലം നമ്മൾ പാടേണ്ടത്. ഇതിന് സ്പീഡ് കൂട്ടരുത്, ഒരുപാട് കുറയ്ക്കണമെന്നുമില്ല. ഈ ഒരു സ്പീഡെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇത് ബേസ് ചെയ്താൽ നമുക്ക് 4ാം കാലം വരെ പാടാനുള്ളത്. അപ്പോൾ 4ാം കാലം ഓവർ സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നാം കാലം ഒരിക്കലും സ്പീഡ് കൂട്ടരുത്, ബോറടിക്കുന്നു എന്ന് വിചാരിച്ച് സ്പീഡ് കൂട്ടരുത്. അപ്പോൾ നമുക്ക് ഈ ഒന്നാം കാലം മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം, ശ്രദ്ധിച്ചോണേ. സാരി 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 ഗമ സാരി ഗമ പാദനി സാ സാനി 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 ദ പ സാനി ദ പ മ ഗ രി സ. ഇതായിരുന്നു ഒന്നാം കാലം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം 1-2 തവണ കേൾക്കുക, പിന്നെ അത് പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്തിട്ട് പാടി നോക്കുക. ശരിയായില്ലാന്ന് തോന്നിയാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൂടെ പാടാവുള്ളൂ. ആദ്യമേ കൂടെ പാടിക്കഴിഞ്ഞാൽ തെറ്റ് നിങ്ങൾ പാടിയോ ഇല്ലെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് പാടരുത്, അതൊന്ന് പോസ് ചെയ്തിട്ടേ നിങ്ങൾ തന്നെ പാടി നോക്കാവുള്ളൂ. സപ്തസ്വരങ്ങൾ 4 കാലത്തിൽ പാടിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ 4 കാലങ്ങളുടെ ഒരു കാൽക്കുലേഷൻ, കണക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. അപ്പോൾ 2ാം കാലത്തിലേക്ക് നമുക്ക് പോകാം. 2ാം കാലമാകുമ്പോൾ ഓരോ താളങ്ങളിലും ഓരോ താളത്തിന് ഓരോ അംഗം എന്നാണ് പറയുക. അതിൽ ഓരോന്നിലും 2 സ്വരങ്ങൾ വീതം വരണം. അതായത് ഒന്നാം കാലത്തിൽ നമ്മൾ സാ രീ സാ രീ എന്ന് പാടിയിട്ടുണ്ടെങ്കിൽ 2ാം കാലത്തിലാകുമ്പോൾ സാരി 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 ഗമ ഈ സ്പീഡിൽ പോകണം. ഓരോ താളത്തിലും 2 സ്വരങ്ങൾ വീതം ഉൾക്കൊള്ളിക്കണം. അപ്പോൾ പാടുന്നതിൻ്റെ സ്പീഡ് മാത്രമേ കൂട്ടുന്നുള്ളൂ, താളത്തിൻ്റെ സ്പീഡ് കൂട്ടരുത്. അപ്പോൾ നമുക്ക് 2ാം കാലം പാടി നോക്കാം. സാരി 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 ഗമ. അപ്പോൾ ആദ്യത്തെ ഒരു ലൈനായി സാരി 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 ഗമ. ഇനി സരി ഗമ പദനിസ, അത് അടി വീശിൽ വരും. സാരി ഗമ പദനിസ. ഒന്നുകൂടെ. സാരി 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 ഗമ സാരി ഗമ പദനിസ. ഇതായിരുന്നു ആരോഹണക്രമം. ഇനി അവരോഹണക്രമം പാടാം. ഇതേ മെത്തേഡ് തന്നെ, ഒരു വ്യത്യാസമില്ല. സാനി പാടുമ്പോൾ കുറച്ച് ഒച്ച എടുത്ത് പാടണം എന്ന് മാത്രമേ ഉള്ളൂ. സാനി 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 ദ പ സാനി ദ പ മ ഗ രി സ. ഇത് അവരോഹണക്രമം. നമുക്ക് മുഴുവനായിട്ട് ഈ 2ാം കാലം ഒന്ന് പാടി നോക്കാം. സാരി 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 ഗമ സാരി ഗ
പ സാ നീ ദ പ മ ഗ രി സ. ഒന്നാം കാലവും രണ്ടാം കാലവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയം തോന്നുകയാണെങ്കിൽ ഒന്നാം കാലം പാടിയതൊന്നും ബാക്ക് അടിച്ച് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എന്നിട്ട് ഈ രണ്ടാം കാലവും കേട്ട് നോക്കുക. അതിൻ്റെ സ്പീഡിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സരളി വരിശയുടെ ഒന്നാം പാഠത്തിൻ്റെ 1ഉം 2ഉം കാലങ്ങളായിരുന്നു പാടി തന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാകാനായിട്ട് റിപ്പീറ്റ് ചെയ്ത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ 1ഉം 2ഉം കാലം മാത്രമായിട്ട് ചുരുക്കിയത്. അടുത്തൊരു വീഡിയോയിൽ 3ആം കാലവും 4ആം കാലവും എങ്ങനെയാണെന്നുള്ളത് പാടിത്തരാം. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി.